നിന്റെ നാലു കെട്ടിന്റെ പടിപ്പുറ മുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിക്കട്ടെ. ഓഹോ. ഹലോ, ആരാ? കറിയായ? ഞാനിവിടെ പാചകം ചെയ്യുമല്ല, കറിയായോ എന്ന് എന്നോട് ചോദിക്കാൻ. ഞാൻ കറിയാ. ഇയാൾ കറിയാണെങ്കിൽ ചോറിന്റെ കൂടെ പോയിരിക്കുക, ആരെങ്കിലും വാരി തിന്നോളും. എന്റെ പേര് ആർക്കറിയാ? ഇയാളുടെ പേര് ആർക്കറിയാവുന്നു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ പറയാം? ഇയാളെ പറ്റി ഇയാൾക്ക് അറിയത്തില്ലയോ? എന്റെ ദൈവമേ, പ്രാന്തനോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എടോ മനുഷ്യ, എന്റെ പേര് കറിയാ. ഇൻഷലാണ് 6. ഓ കറിയാ. ഓ കറിയല്ല, ആർക്കറിയാ. വീട് പറയണമെന്നുണ്ടെങ്കിൽ മുക്കട. ഞാൻ മുക്കിയില്ലേ, ഇയാള് വീട് പറയത്തില്ലയോ? അതല്ലെന്ന് പറഞ്ഞത്, എന്റെ വീട് മുക്കട ജംഗ്ഷനിലായിരിക്കുന്നെന്ന് പറഞ്ഞത്. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളാണോ ഈ കാക്കയുടെ വീട് പണിതത്? അല്ല, അത് കാക്ക ചുള്ളിയൊക്കെ പറയും തന്നെ. അതല്ലെന്നേ, ഈ സലീം കാക്കയുടെ വീട് നിങ്ങളാണോ പണിതത്? അത് ഞാനാണ് നാരായണൻ. അപ്പം നാരായണൻ. അപ്പം നാരായണനല്ല, ഞാനാ നാരായണൻ മേശ്ശേരി. അപ്പോൾ നാരായണൻ മേശ്ശേരി. അപ്പോഴും ഇപ്പോഴും ഞാനാണ് നാരായണൻ. എപ്പോഴായാലും നാരായണൻ മേശ്ശേരി ആണല്ലോ. ഓക്കെ, അതുപോലെ ആയിക്കട്ടെ. അപ്പൊ അതുപോലെ എനിക്ക് കിടക്കാൻ ഒരു വീട് പണിയണം. കാരണം പൈസ എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഗൾഫിൽ പോയി കിടന്ന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ ഭീമൻ രഘുവിന്റെ ഈ ശരീരം വെച്ചോണ്ട് ഈ വാർത്ത എന്നോട് പറയാ അഭിമാനമുണ്ട്. എന്നാ ഗൾഫിൽ കിടന്ന് കാശുണ്ടാക്കി? മനുഷ്യ, ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. അതുപോലെ എനിക്ക് അത് ആ വീട് പോലെ കിടക്കാൻ ഒരു വീട് ഉണ്ടാക്കി തരണം. അത് സൂപ്പർ ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി തരണം. അത് ഞാൻ ഉണ്ടാക്കി തരാം. അതിന് എത്ര രൂപ വേണം? അല്ല, ഇതിന് പൈസ ഒന്നും വേണ്ട, അത് ഫ്രീ എടുത്തോ. ഇതിനൊക്കെ ഡിമാൻഡ് ഉണ്ട്. അതാണോ ഞാൻ പറഞ്ഞത്? എടോ, എനിക്ക് അതുപോലെ സൂപ്പർ ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി തരണമെന്ന്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ സലീമിന്റെ വീട്ടിൽ പോയതേ. സലീമിന്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ആ വരാന്തയും ആ മുറിയും ആ ടോയ്ലറ്റിലോട്ട് കൊണ്ട് കയറി ചെന്നപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിളച്ചിങ്ങനെ വരുമായിരുന്നു, തികട്ടി ഇങ്ങനെ വരുമായിരുന്നു. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നത്. ഇയാൾ അവിടെ പോയി ടോയ്ലറ്റ് കയറിയതല്ലേ, എന്നിട്ട് അവിടെ ഇറക്കി വെക്കാതെ അതും താങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ കൊണ്ട് ഇറക്കി വെച്ചാൽ ഈ ബംഗാളികൾ ഇത് ചവിട്ടി അകത്ത് കയറ്റത്തില്ലയോ? അങ്ങനെ പറഞ്ഞതല്ല, എന്റെ ഉള്ളിലെ ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ കിടുക്കൻ എനിക്കൊരു വീടുണ്ടാക്കി തരണം. വീടുണ്ടാക്കി തരാം, പക്ഷെ അതിന്റെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് പറഞ്ഞാലേ നമുക്ക് അത് ചെലവ് പറയാനൊക്കെ. അത് ഞാൻ പറഞ്ഞുതരാം. എന്തെന്ന് പറഞ്ഞാൽ എന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്, ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉണർന്ന് രാവിലെ എണ്ണിക്കുമ്പോൾ എനിക്ക് സൂര്യനെ കണ്ടെണ്ണിക്കും. അപ്പൊ മേക്കൂര വേണ്ട. ഇത്രയും വലിയൊരു മേശരിയായിട്ട് ഇങ്ങനെ വിവരക്കേട് പറയാതെ. എന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാണ്. വീട് വെക്കുന്നെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ സ്പർശനം കിഴക്കോട്ടായിരിക്കണം. ഈ ചുണ്ടിന് താഴെ ചട്ടി ഇട്ടോട്ട് വന്ന് വിവരക്കേട് പറയും. ദർശനമല്ലെന്ന് ദർശനം. ദർശനം അത് വേണം. അത് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ വീടിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ, വീടിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടിൽ കിട്ടാനുള്ള ഒരു സൗകര്യം വേണം. ഞങ്ങളുടെ അച്ഛനെ കിടത്താൻ വേണ്ടിട്ടാ. അച്ഛൻ കുഞ്ഞുമാവയാന്ന്? അങ്ങനല്ല, അച്ഛൻ പ്രായമൊക്കെ ഇല്ലയോ, അവത്തെ കിടന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കണം. തൊട്ടിലല്ല, ആട്ടുകട്ടിൽ. അത് വേണം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ വീടിന്റെ തൊട്ടപ്പുറത്താണ്. അപ്പൊ അതിന്റെ ഒരു മെയിൻ്റെനൻസ് കൂടി ചെയ്യണം. അത് ഞാൻ ചെയ്തു തരും. കാരണം എന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെ ഉണ്ട്? അവിടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ നെറ്റിയുണ്ട്, മൂക്കുണ്ട്, ചുണ്ടുണ്ട്, ഇത് ഈ നെറ്റിയുടെ ഇതൊക്കെ പുറകിലാണോ ഭാര്യ താമസിക്കുന്നത്? അതല്ല, എനിക്ക് മനസ്സിലായില്ല. വീടിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെ ഉണ്ട്? വീടിന്റെ ഫ്രണ്ട് നമ്മൾ നോക്കണ്ട, ചെതല, മൊത്തം ചെതല. അപ്പൊ സൈഡോ? സൈഡ് എന്ന് പറഞ്ഞാൽ ചെതലോട് ചെതല. പുറകുവശം എന്ന് പറഞ്ഞാൽ ചെതല് കൊണ്ട് അഭിഷേകമാ. അപ്പൊ ചെതൽപുറ്റിനകത്താ ഭാര്യ താമസിക്കുന്നത്. അവളെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൂക്കാതെയും വരാതെ ഒക്കെ ഇട്ടോണ്ടാ. കാരണം എന്താണെന്നറിയോ, അവിടെ അച്ഛൻ പോയ പിന്നെ അവള് സംസാരിക്കത്തില്ല. അപ്പൊ ഈ അച്ഛൻ അവിടെ നാക്കം പറിച്ചോണ്ടാണ് പോയത്? അങ്ങനല്ല പറഞ്ഞത്, അവിടെ അച്ഛൻ മരിച്ചേ പിന്നെ അവള് സംസാരിക്കത്തില്ലെന്നാ പറഞ്ഞത്. വിഷമം കൊണ്ടാ. അത് ശരി. പിന്നെ അപ്പൊ ഈ നമ്മള് തൊട്ടിയിലിട്ട് ആട്ടാനുള്ള അച്ഛനോ? അത് എന്റെ അച്ഛൻ. അപ്പൊ മറ്റേ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു പോയതാ അവിടെ അച്ഛൻ. അപ്പൊ എത്ര അച്ഛനാ? രണ്ടച്ഛനോ? ഒരച്ഛൻ, ഒറ്റച്ഛനേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് എനിക്ക് അതിന്റെ കൂടെ തന്നെ വേറൊരു കൺസെപ്റ്റ് പറയാനുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടുള്ളതാണ്. അതിനൊരു അഭിപ്രായം നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ 4 കെട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ടെൻഷനാണോ? നാലാമത് കെട്ടുന്നത് ആദ്യം കെട്ടിയ 3 പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകാര് തല്ലി. അതല്ല പറഞ്ഞത്. ഈ 4 കെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. 4 കെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാർപ്പൊക്കെ ഉണ്ടാക്കത്തില്ലയോ? ഈ വാർപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് മഴ പെയ്യുമ്പോൾ ഇതിന്റെ നടുക്ക് ഇങ്ങനെ വന്ന് വെള്ളം വീഴും. ഞാൻ കെട്ടി കഴിഞ്ഞാൽ നടുക്ക് എപ്പോഴും വെള്ളം വീഴും. ഒരുപാട് സ്ഥലത്ത് വെള്ളം. നിങ്ങൾക്കത് കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇങ്ങനെ ചെയ്യുന്നതിന് എത്ര രൂപ വേണം?
ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് 5 പൈസയും തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യും. ഇത് എവിടാ ഇത്? വാ പോവാ. എവിടാ ഇതെന്നോ? അയ്യോ ഇതല്ല 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 ഇതല്ല. അയ്യോ അയ്യോ ഇത് മാറി. ഈ വീടിന് എന്ത് ചെയ്യാൻ പറ്റും? അതാ ചോദിച്ചേ. ജീവിടൊന്നും ചെയ്യാൻ പറ്റും. ജീവിട് കിടന്ന് എതച്ചോണ്ടേ ഇരിക്കും. ഈ വീടിന് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ മാറ്റുന്നു. എന്നാ മുമ്പേ കാണിച്ച വീട്ടിലെ ആൾക്കാരുടെ ഫോട്ടോ ഒന്നുകൂടെ കാണിക്കുമോ? അയ്യോ അത് ഊറി വരുന്ന സാധനം ഇങ്ങനെ അങ്ങ് തുടച്ചങ്ങ് മാറ്റിക്കേ. അടുത്ത് മാറ്റി. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാല് എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഗൾഫിലായിരുന്നല്ലോ. അപ്പൊ ഗൾഫിലായിരുന്നപ്പം ഗൾഫിൽ വേറൊരു പ്രത്യേകതയുണ്ട്. എന്താ? ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അല്ല അതിവിടെ അങ്ങനെ നമ്മൾ ആവശ്യമില്ല ആരോടും ചൂടായിട്ട് പുറത്തിറങ്ങി അവർ മുട്ടുകാരി. ആ ചൂടല്ല അല്ലേ, ഉഷ്ണം എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ വേറൊരു ചൂടായി കഴിഞ്ഞ പ്രശ്നം അങ്ങനെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞാല് ഞാൻ ഈ ഗൾഫിൽ താമസിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ടെന്റിലാ. ഓ അപ്പൊ അവിടെ 10th-ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ +2-നാ ഇങ്ങോട്ട് വന്നത്. ചെറിയ കറണ്ട് ഇരിപ്പുണ്ടോ? ഉണ്ട്. ആ ചെറുത്ത ചെവിക്കകത്ത് ഇങ്ങോട്ടൊന്ന് കറക്കാവോ? എന്തിനാ? സിമെന്റ് കയറി അടഞ്ഞായിരിക്കും. എടോ ടെന്റിൽ. ഓ അപ്പൊ അത്രയ്ക്ക് ചെറിയ ലെവലിൽ താമസിച്ചിട്ട് നാട്ടിൽ വന്ന് വലിയൊരു വീട് വെക്കണം. വീട് വെക്കുന്ന പറഞ്ഞാൽ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ഐഡിയാസ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പറഞ്ഞോ എന്തുവാ? എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ പെയിന്റ് ചെയ്യുമല്ലോ. വീട് പെയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ വെള്ളം കടിക്കും. അടിപൊളി. എന്നിട്ട് അതിന്റെ വാതിൽ കറുപ്പ്, ജനല് കറുപ്പ്, തൂണുകൾ കറുപ്പ്, ഇങ്ങനെ ഒരു സംഭവപ്പാ. അപ്പൊ എങ്ങനെ ഇരിക്കും? പുഴുപ്പല്ല് പോലെ. അങ്ങനാണോ? അങ്ങനാണെന്ന് അത് വേണ്ട. വേറൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛനുണ്ടല്ലോ, ഉണ്ട്. പിള്ളേർക്കാണെങ്കിൽ 2 മുറി വേണമെന്ന് നിർബന്ധമാ. അല്ല അങ്ങനെ അച്ഛനെ 3 മുറിയാക്കും. 1 മുറി ഇയാൾക്കൂടെ എടുക്കാമല്ലോ. അങ്ങനല്ല പറഞ്ഞത്. എടോ പിള്ളേർക്ക് 2 മുറി വേണമെന്ന്, അച്ഛന് വേറെ മുറി. പിന്നെ എന്റെ ഭാര്യക്കുരുവോ? അല്ല ഈ മുഖക്കുരു മൂലക്കുരു എന്നൊക്കെ കേട്ടിട്ട് ഭാര്യക്കുരു മനസ്സിലായി? അതല്ലെന്ന്, എന്റെ ഭാര്യക്കൊരു ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ വീടായിരിക്കണം. എന്ന് പറഞ്ഞാൽ വരാന്ത വലിയതായിരിക്കണം. എന്ന് പറഞ്ഞാൽ മിറ്റം വലിയതായിരിക്കണം. അയ്യോ അപ്പൊ പറഞ്ഞ കറക്റ്റാ. ഭാര്യ ഇയാൾക്ക് കുരുവാ. ഒരുപാട് കാശ് ചെലവാകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ പൈസ എന്റെ ഉണ്ടല്ലോ. ഉണ്ടോ? പൈസ ഉണ്ട്. വീട് എന്നോട് പറ എപ്പ വീട് പണി തുടങ്ങണമെന്ന്. ഒരു മിനിറ്റ്. ഹലോ, ഈ പോങ്ങനെ കമത്തി ഞാൻ 2 നില വീട് വെക്കും ഉറപ്പായിട്ട്. അയ്യോ വേണ്ട, വീട് പണി ഞാൻ ക്യാൻസൽ ചെയ്തു. അല്ല ഞാൻ ഏർപ്പാടാക്കി. വേണ്ട വീട് വലിയ പ്രശ്നമാണ്. വീട് പണി ക്യാൻസൽ ചെയ്തു. എന്തോ പ്രശ്നം? എന്താ തീവപ്പ് നടന്നു? അതിനെക്കാട്ടി വലിയ പ്രശ്നം. കോടതിയിൽ കേസ് നടന്നു. അതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. അതിനെക്കാട്ടി വലിയ പ്രശ്നം. എന്റെ പെണ്ണുമ്പോൾ സംസാരിക്കത്തില്ലെന്നല്ലേ പറഞ്ഞത്? ഇന്ന് രാവിലെ തൊട്ട് അവള് സംസാരിച്ചു തുടങ്ങി. അതിനിപ്പോ എന്താ വീട് വെക്കുന്നതിന്? ഇത്ര കാശ് മുടക്കി വീട് വെച്ചിട്ട് എനിക്ക് പിന്നെ സമാധാനത്തോടെ കിടക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? ഇല്ല. നമ്മളെല്ലാവരും ഇവരുടെ പെർഫോമൻസ് നിരവധി തവണ കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള 2 ആൾക്കാരാണ് ഇവർ രണ്ടുപേരും, വിനോദേട്ടനാണെങ്കിലും ഷാജിയേട്ടനാണെങ്കിലും. പക്ഷെ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് ഒരു ടീമിന് തന്നെ ഇവരൊരു ഫാൻ തന്നെ ഉണ്ട് അവരുടെ. നിങ്ങളുടെ ഫാൻസ് ആട്ടോ ഇതായിരിക്കുന്നത്. അവരാദ്യം തന്നെ സംസാരിക്കട്ടെ. ഏട്ടന്മാരെ ഭയങ്കര ഫാനാണ്. 2 മുതൽ ഏട്ടന്മാരെ 2 സ്കിറ്റ് കാണാറുണ്ട്. ഭയങ്കര സിങ്കും ഭയങ്കര കോംബോ ആണ് ഇവര്. ഇന്ന് ലൈവായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. സൂപ്പർ. യെസ് ശ്വേത ചേച്ചി. എന്തായാലും ഞാൻ നേരിട്ട് ഷാജിനെ കാണാൻ പറ്റും. ഷാജിയേട്ടാ, വെറുതെ കണ്ടാൽ ഒന്നും സംസാരിക്കാത്ത ഒരാള് എന്താ ചെയ്ത്? ജമ്പടി എന്താ ചെയ്ത്? എങ്ങനെ സൂപ്പർവായിരുന്നു. ബാറ്ററി എല്ലാം പൊട്ടിത്തെറിച്ച് ഇനി വേറെ എവിടേക്കോ പോയി ചെതറിപ്പോയിടാ. സീരിയസ്ലി? അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്രയായപ്പം നമുക്ക് കൂടുതൽ സന്തോഷമാകുന്നുണ്ട്. ഇതിന്റെ ഒരു 3/4 മേളിൽ ക്രെഡിറ്റ് ഇത് എഴുതിയ വിഷ്ണു ഗോപാലാണ്. ഒന്ന് വിളിച്ചാൽ പിന്നെ വീണ്ടും നമ്മള് പറയില്ലേ, നമ്മളെല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്. ഒന്നുമില്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു ഡയറക്ടർ കിട്ടിയാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് വിഷ്ണു ഒരുപാട് ടൈം നിങ്ങൾ തെളിയിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേയും ഷാജി ഏട്ടനും എന്താ പറയുക വിനോദേട്ടനും ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഐ തിങ്ക് ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്.
നാട്ടും പുറത്ത് നടക്കുന്ന ഒരു സാധാരണ സ്റ്റോറിയാണ് ഇത്. എല്ലാരും ഈ മറ്റേ പോലെ ടെന്റിൽ പോയി താമസിച്ച് ഇവിടെ വന്ന് കൊട്ടാരം ഉണ്ടാക്കണ കുറെ ആൾക്കാർ വരാറുണ്ടല്ലോ. അപ്പൊ പ്രാഞ്ചിയേട്ടന്മാരുടെ ഒരു സ്റ്റോറി ആയിരുന്നു. സൂപ്പർവായിരുന്നു, സൂപ്പർ. നമുക്ക് ബാറ്ററി ഒക്കെ അതാണ് ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ശ്രീതി ചേച്ചി ഇവിടെ വന്നിട്ട് പറഞ്ഞു ബാറ്ററി ഒക്കെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. അതുകൊണ്ടാണ് നമ്മൾ എല്ലാരും ഇവിടെ അപ്പൊ എനിക്ക് ആ എമൗണ്ടിലാണ് ഒരു ഡൗട്ട്. ആ എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് നമുക്ക് നേരെ ചാർജ് നോക്കിയാലോ. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ഇതിന് ഒരു വലിയൊരു പങ്കുണ്ട് നമ്മളുടെ ഈ ഒരു ഓഡിയൻസിന് വേണ്ടി. ബിക്കോസ് നിങ്ങൾ സൂപ്പർ ഓഡിയൻസ് ആയിരുന്നു. സത്യം. നിങ്ങൾ കൊടുത്ത പ്രചോദനത്തിന് ഇവരുടെ ലൈൻസ് ഒന്നും ഇവർ മറന്നില്ല. കറക്റ്റ് കൗണ്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. സൂപ്പർ. നിങ്ങൾ ഓഡിയൻസ് വൈസ് സൂപ്പർ ഓഡിയൻസ് ആയിരുന്നു. ഓക്കെ വിഷ്ണു, എന്താണ് പറയാനുള്ളത്? സന്തോഷം. അത് ലാസ്റ്റ് ടൈം ഇതേ വേർഡാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം കുറച്ച് വേറെ നമുക്ക് ഡയലോഗ് പഠിച്ചാൽ. ഞാനൊരു 4 വർഷമായിട്ട് ഇവരുടെ സ്കിറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഞാനാണ്. അപ്പൊ ആദ്യമായിട്ടാണ് എന്നെ പല വേദിയിൽ ഞാൻ അവരുടെ കയറിയിട്ടുണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് പുറത്തു വരുന്നത്. അതിന് വളരെ സന്തോഷമുണ്ട്. അയ്യോടാ. അപ്പൊ കൊടുക്കണ്ടേ? അതെ കൊടുക്കണം. ചേച്ചി എന്താ ഒന്ന് മാറും. ഇവിടെ എല്ലാം കള്ളന്മാര് കുറേ ചെയ്യുന്നത്. നിങ്ങൾ 3 പേരും എന്താ? നിങ്ങൾ 3 പേർക്കുള്ളതാണ്. ഇവിടെ നിന്നോ. ഇത് നമുക്ക് പൈസ ഇതാ നിങ്ങളുടെ അക്കൗണ്ടിൽ. ഷാജിയേട്ടൻ, വിനോദേട്ടൻ, ഇതാ നോക്കിയോ. സൂപ്പർ. 50,000 rupees ക്രെഡിറ്റ് ആയിരിക്കാണ്. വരുന്നു. ചേട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ടാ. പക്ഷെ ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹം. അല്ല ഇത് ഇപ്പൊ ഞാൻ ഷാജിയേട്ടൻ ഒരു ഡുവറ്റ് സോങ് ചെയ്യാൻ പോവാണ്. ചേച്ചി പറഞ്ഞു ഡാൻസ് വേണമെന്ന്. ഷാജിയേട്ടൻ നല്ലൊരു സിംഗറാണ്. അത് മതി. സൂപ്പർ. അത് മതി. ഒന്ന് നിങ്ങളുടെ സ്ഥലത്ത് പോകും. ഒരു തലം മാത്രം, ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കരളക്കപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. കരളക്കപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പറയാതെ കൊക്കി ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കരളക്കപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
ഒരുപാട് സന്തോഷം. ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാ പാടിയത്. അത്രേ ഉള്ളൂ. അതെ. പക്ഷെ അല്ലേ ഷാജിയേട്ടാ? ഹാപ്പി. താങ്ക് യു ഷാജിയേട്ടാ. നമുക്കും ഇത്തവണ പാട്ട്, അടുത്ത തവണ ഡാൻസ്. പ്രോമിസ് ചെയ്യോ? 4 വരി പ്രോമിസ്.